ലോകേഷ് കനകരാജ് ചിത്രം കൂലിയിലെ ഗാനത്തിന് പൂജ ഹെഗ്ഡെ വാങ്ങിയത് കോടികൾ. തമിഴ് സിനിമാ ലോകം ഒന്നടങ്കം കാത്തിരിക്കുന്ന ചിത്രത്തിലെ മോണിക്ക എന്ന ഗാനം ഇപ്പോഴും ട്രെൻഡിംഗായി തുടരുകയാണ്. ഈ വർഷത്തെ ഏറ്റവും വലിയ ബോക്സ് ഓഫീസ് ക്ലാഷിനാണ് ഇന്ത്യൻ സിനിമാ ലോകം ഓഗസ്റ്റ് 14 സാക്ഷിയാകാൻ പോകുന്നത്. യശ്രാജ് ഫിലിംസിന്റെ പാർട്ട് 2, രജനീകാന്ത് ലോകേഷ് കനകരാജ് കൂട്ടുകെട്ടിൽ ഒരുങ്ങുന്ന കൂലി എന്നിവയാണ് ഏറ്റുമുട്ടാൻ പോകുന്ന രണ്ട് ചിത്രങ്ങൾ. ഇരു ചിത്രങ്ങളും തമ്മിലുള്ള മത്സരം സിനിമാ പ്രേമികൾക്കിടയിലും വലിയ ചർച്ചയാണ്. അതേസമയം കൂലി കോളിവുഡിലെ അടുത്ത സെൻസേഷൻ ആകുമെന്ന് തന്നെയാണ് ആരാധകർ പറയുന്നത്. ചിത്രത്തിന്റേതായി പുറത്തെത്തുന്ന ഓരോ അപ്ഡേറ്റുകളും ആരാധകർക്കിടയിൽ ചർച്ചയാവാറുണ്ട്. അതിനിടെയാണ് ചിത്രത്തിലെ രണ്ടാമത്തെ ഗാനം അണിയറ പ്രവർത്തകർ പുറത്തുവിട്ടത്. സൂപ്പർ ഡാൻസ് നമ്പർ 1 ആയി എത്തിയ മോണിക്ക എന്ന ഗാനത്തിലാണ് പൂജ ഹെഗ്ഡെയും സൗബിനും ഒന്നിക്കുന്നത്. ഗാനത്തിന്റെ റിലീസിന് പിന്നാലെ സൗബിന്റെ ഡാൻസ് സോഷ്യൽ മീഡിയയിൽ ആകെ തരംഗമാണ്. ഗംഭീര ഡാൻസാണ് സൗബിൻ ഗാനത്തിൽ കാഴ്ചവെച്ചിരിക്കുന്നത്. പൂജയെ സൗബിൻ കടത്തിവെട്ടിയെന്നാണ് പ്രേക്ഷകരുടെ പ്രതികരണങ്ങൾ. ഏത് സൂപ്പർ താരത്തിനൊപ്പവും ഡാൻസിൽ മുന്നിട്ട് നിൽക്കുന്ന പൂജയെ ഇത്തവണ സൗബിൻ കടത്തിവെട്ടിയിരിക്കുകയാണ്. സോഷ്യൽ മീഡിയയാകെ സൗബിന്റെ ഡാൻസിന്റെ എഡിറ്റുകൾ കൊണ്ട് നിറയുകയാണ്. ഗാനം റിലീസ് ചെയ്ത സൺ ടിവിയുടെ യൂട്യൂബ് വീഡിയോയ്ക്ക് താഴെയും ആരാധക പ്രവാഹമാണ്. 15 മില്യണിലധികം കാഴ്ചക്കാരാണ് ഇതിനോടകം ഗാനം കണ്ടിരിക്കുന്നത്. അതേസമയം ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ പ്രകാരം 3 മുതൽ 5 കോടി രൂപ വരെയാണ് പൂജ ഹെഗ്ഡെ ഈ ഗാനത്തിലെ ഡാൻസ് രംഗത്തിന് പ്രതിഫലമായി വാങ്ങിയിരിക്കുന്നത്. മോണിക്ക എന്ന ഗാനത്തിൽ മാത്രമാണ് പൂജ ഹെഗ്ഡെയുള്ളത്. എന്തായാലും മോണിക്ക എന്ന ഗാനത്തിലൂടെ സൗബിൻ ഇപ്പോൾ ട്രെൻഡിംഗിലാണ്. ഏത് കഥാപാത്രവും വഴങ്ങുന്ന സൗബിന്റെ മറ്റൊരു മുഖം കൂലിയിലൂടെ ലോകേഷ് കാണിച്ചു തരുമെന്നാണ് പ്രേക്ഷകർ കമന്റുകളായി പറയുന്നത്. ചിത്രത്തിൽ കേന്ദ്ര കഥാപാത്രമായി തന്നെയാണ് സൗബിൻ എത്തുന്നത്. അതേസമയം കൂലിക്ക് വമ്പൻ ഓഫറുകളാണ് വിദേശത്തെ തിയേറ്റർ വിതരണ കമ്പനികളിൽ നിന്നടക്കം ലഭിച്ചത്. ചിത്രത്തിന് 80 കോടിയാണ് വിദേശത്തെ തിയേറ്റർ റൈറ്റ്സ് ഇനത്തിൽ ലഭിച്ചിരിക്കുന്നതെന്ന് നേരത്തെ റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതൊരു രജനീകാന്ത് സിനിമയ്ക്ക് വിദേശത്തു നിന്ന് ലഭിക്കുന്ന ഏറ്റവും വലിയ തുകയാണ്. ഇതോടെ ചിത്രത്തിന്റെ ഹൈപ്പ് ഇരട്ടിയായിരുന്നു. കളക്ഷനിലും ഇത് പ്രതിഫലിക്കുമെന്ന് തന്നെയാണ് സിനിമ അനലിസ്റ്റുകൾ പറയുന്നത്. നിലവിൽ കൂലിയുടെ പോസ്റ്റ് പ്രൊഡക്ഷൻ ജോലികളുടെ തിരക്കിലാണ് ലോകേഷ് കനകരാജും അണിയറ പ്രവർത്തകരും. ചിത്രത്തിൽ കാമിയോ റോളിൽ ആമിർ ഖാൻ എത്തുന്നുവെന്നതും പ്രത്യേകതയാണ്. 15 മിനിറ്റോളം സ്ക്രീൻ ടൈമാണ് ചിത്രത്തിൽ ആമിർ ഖാൻ ഉള്ളത്. ആമിർ ഖാൻ രജനീകാന്തിനൊപ്പം സ്ക്രീൻ ഷെയർ ചെയ്യുന്നുണ്ടെന്നും ആക്ഷൻ സീനുകൾ ഉൾപ്പെടെയുള്ള രംഗങ്ങൾ ചിത്രത്തിലുണ്ടെന്നുമാണ് വിവരം. 10 ദിവസമാണ് കൂലിക്കായി ആമിർ ഖാൻ ഷൂട്ട് ചെയ്തത്. ആമിറിന്റെ രംഗങ്ങൾ തിയേറ്ററിൽ വലിയ ആവേശമുണ്ടാക്കുമെന്നാണ് പ്രതീക്ഷ. ആക്ഷൻ ഡ്രാമ വിഭാഗത്തിൽ ഒരുങ്ങുന്ന ഒരു പീരിയഡ് ഗാങ്സ്റ്റർ ആക്ഷൻ ത്രില്ലർ ചിത്രമാണ് കൂലി. ഇന്ത്യയിലേക്ക് സിംഗപ്പൂർ, ദുബായ്, USA തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള സ്വർണ്ണക്കള്ളക്കടത്താണ് ചിത്രത്തിന്റെ പ്രമേയമെന്ന റിപ്പോർട്ടുകൾ പറയുന്നു. രജനീകാന്തിന്റെ 171 സിനിമയായാണ് കൂലി എത്തുന്നത്. നാഗാർജുന, അക്കിനേനി, ഉപേന്ദ്ര, സത്യരാജ്, സൗബിൻ ഷാഹിർ, ശ്രുതി ഹസൻ, റീബ മോണിക്ക ജോൺ എന്നിവരാണ് കൂലിയിലെ പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നത്. 38 വർഷങ്ങൾക്ക് ശേഷം സത്യരാജും രജനീകാന്തും ഒരുമിച്ചെത്തുന്നെന്ന പ്രത്യേകതയും ചിത്രത്തിനുണ്ട്. സൺ പിക്ചേഴ്സിന്റെ ബാനറിൽ കലാനിധി മാരനാണ് ചിത്രത്തിന്റെ നിർമ്മാണം. അനിരുദ്ധ് രവിചന്ദ്രാണ് ചിത്രത്തിന്റെ സംഗീത സംവിധാനം നിർവഹിച്ചിരിക്കുന്നത്. തമിഴ്, തെലുങ്ക്, കന്നഡ, ഹിന്ദി, മലയാളം എന്നീ ഭാഷകളിലായാണ് ചിത്രം തിയേറ്ററുകളിലേക്ക് എത്തുക. ഗിരീഷ് ഗംഗാധരൻ ക്യാമറ കൈകാര്യം ചെയ്യുന്ന ചിത്രത്തിന്റെ എഡിറ്റിംഗ് നിർവഹിക്കുന്നത് ഫിലോമിൻ രാജാണ്. എന്റർടൈൻമെന്റ് ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.